വീട് ഉണ്ടാക്കുന്ന രസം കാണാം ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ രാത്രി 10:58 കാണില്ലേ? ആയിക്കോട്ടെ, രാത്രി 10. നമ്മുടെ അമ്പിക്കുട്ടിക്ക് സ്കൂള് ഇല്ല. ഈ 2 മാസം വീട്ടിലുണ്ടാവും. അപ്പൊ ഈ 2 മാസം തുടങ്ങി അവളെ വെക്കേഷൻ തുടങ്ങിയതിന്റെ ഒരു ലക്ഷണമാണ് അത് കാണാൻ. കണ്ടോ, വെക്കേഷൻ തുടങ്ങിയതിന്റെ ആ സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത്. ഇനി പലതും സംഭവിക്കാൻ അല്ലേ? അപ്പൊ രാവിലെ അമ്പി എണീക്കണമെങ്കിൽ എത്ര ടൈം ആവും? രാവിലെ 11:30 മണി. അത് ചിലപ്പോൾ 12:30. ഇതാണ് അമ്പിക്കുട്ടിന്റെ ടൈം അല്ലേ? അല്ലേ? നല്ല ടൈം ആണല്ലേ? അതെ. അപ്പൊ ഇപ്പൊ നിങ്ങാണ് അവിടെ നമുക്കൊരു ചെറിയൊരു വീടുണ്ടായി. മുമ്പത്തെ വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെറിയൊരു വീടുണ്ടായി. ആ വീട് ഫുള്ള് പൊളിച്ചിട്ട് അത് നിങ്ങളെ പറഞ്ഞു. ഐശ്വ ചെറിയ വേറെ പോയി പരിപാടി അതിന്റെ ഇടയിൽ പേര് നമ്മുടെ അമ്പിക്കുട്ടി അങ്ങനെ ഫിറ്റ് എങ്ങനെ വെച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അമ്പിക്കുട്ടിക്കറിയോ? അന്ന് നമ്മളിത് വീടുണ്ടാക്കിയപ്പോ ഇതിന്റെ കൂടുതൽ പേപ്പർ അത് നോക്കിയിട്ട് നമ്മള് എന്ത് ചെയ്തത് വീടുണ്ടാക്കിയത്. ഇപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പൊ ഒരു ഐഡിയ ഇല്ല. ഇതിനെ കുടിക്കാനുള്ള സാധനം ഇല്ലേ? അപ്പൊ നമ്മള് ഫിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ അമ്പിക്കുട്ടി ഇപ്പൊ പറയാണ് പെട്ടെന്ന് നമ്മൾ ഉറങ്ങാനുള്ള പരിപാടി. ഞാൻ ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാല് ഞാനെന്നല്ല നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്ന മെയിൻ ഒരു ടൈം 10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 10 മണിയാക്കിയാണ്. അപ്പൊ 11 മണി വരെ അമ്പി നമ്മളെ പിടിച്ച് വെച്ച് ഈ വീട് ഉണ്ടാക്കിയിട്ട് ഉറങ്ങിയാൽ മതി എന്നാണ് അമ്പി പറയുന്നത്. അപ്പൊ നമ്മളെന്തായാലും വീട് ഉണ്ടാക്കുന്നത് നിർബന്ധമായി അല്ല കുട്ടി അല്ലേ? വർക്കിന്റെ ലക്ഷണമല്ല, ആള് ഭയങ്കര ആക്റ്റീവ് ആയി. അതിന്റെ ഇടയിൽ ഐശ്വ ഒന്ന് പേടിപ്പിച്ചാൽ പിന്നെ മിച്ച് എന്താ പറഞ്ഞേ? അമ്പിക്കുട്ടിയോട് എന്താ മിച്ച് പറഞ്ഞേ? നേരത്തെ വീഡിയോ കാണിച്ചതല്ലേ? അതെ, കുട്ടിക്ക് കേൾക്കുമ്പോ തന്നെ സങ്കടമാകും. ഫോണ് കാണാൻ നിർത്താനുമായിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ട് ഇതുപോലെ ആവുമെന്ന് പറഞ്ഞു. അമ്പിക്കുട്ടി ആ കണ്ണ് കണ്ട് പിടിച്ചല്ലേ? മുത്തേ അങ്ങനെ കണ്ടാലല്ല ആവുക. കുറച്ച് ടൈമൊക്കെ കാണാം. കുറെ ടൈം നമ്മൾ ഫോൺ ഇങ്ങനെ കാണുമ്പോഴാണ് കണ്ണ് കേടുക. അങ്ങനെ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. ഓക്കെ, ഇന്ന് അമ്പിക്കുട്ടി കുറച്ച് ടൈം കണ്ട് നാളെ കാണാം. മറ്റന്നാൾ കുറച്ച് ടൈം കാണാം. ഉണ്ടല്ലോ? ഗുഡ് ഗേൾ. ഓക്കെ, ഗുഡ് ഗേൾ കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. നമ്മൾ വീടുണ്ടാക്കുക. ബാക്കോട്ടിലൊന്നും ആരും നോക്കണ്ടല്ലോ. ആ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യും. ഐശ്വര്യ അതിന്റെ കൂടെ പേപ്പർ ഞാൻ വലിയ കമ്പൊക്കെ അടിയിക്കേ. മഞ്ഞ വെച്ചാണ്ട് മഞ്ഞ മേലെ വെക്കാൻ കേട്ടോ. ആ മഞ്ഞ മറ്റേ റൂഫിൽ കൊടുക്കണ്ടേ? വലിയ വണ്ടി വെക്കാം. വലിയ വണ്ടി വെക്കാം. തോന്നുന്നില്ലേ? ഞാനല്ലേ വലിയ സിക്ക് കേട്ടോ. വലിയ സിക്കില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ വീതിയിൽ ഇവിടെ വെച്ച് 2 വലിയ സ്റ്റിക്ക് കൊടുക്കില്ലേ? 2 ചെറിയ സ്റ്റിക്ക് ആക്കിയാണ്ട കൊടുക്കണ്ടേ? ഇതിന് മൂലമ്മ കൊടുക്കണ്ടേ? അപ്പൊ ഉയരം വേണ്ട. അങ്ങനെ തന്നെയാണേ 2 ചെറുത് അമ്മച്ചി പറഞ്ഞ എന്നേക്കാലോ. നീ വലിയ സ്റ്റിക്കാണ് ഞാൻ നേരെ കൊടുക്കും. വലിയതാക്കി ഉയരത്ത് കൊടുക്കണ്ടേ? ഇവിടെ തിണ്ടകളാക്കാണ്ട്
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സ്ലാബ് വരിക. ഇത് കിൻഡേ ഇല്ലാത്ത വീടല്ലേ? നേരെ മെയിൻ കിന്തല പടവ് കഴിഞ്ഞിട്ടേ അങ്ങനെയല്ല, തിരിച്ചാണ്. അത് കഴിഞ്ഞോ? അപ്പൊ കട്ടിൽ വെച്ചോ? ആ വാർപ്പ് തുടങ്ങിട്ടോ. ഇനി വീട് വിളിച്ചാൽ വെച്ച് കുടിക്കില്ലല്ലോ. ചക്ക ഉണ്ടാക്കി കൊടുത്താൽ പറയും ഈ എല്ലാത്തിനും ഇന്നെ കാത്തുക. അതാണ് സംഭവം. എനിക്ക് എല്ലാത്തിനും മടിയാ. ഞാൻ റെഡി ആക്കട്ടെ ചേച്ചി. എന്നാ ചേച്ചി അതൊന്ന് കുറച്ച് ടൈം കുട്ടിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്തില്ലപ്പോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യില്ല. വീട് മാത്രമായിട്ടുള്ളൂ. ഞാൻ അവിടെ വീട് വെക്കേണ്ട സ്ഥലമൊക്കെ നന്നാക്കി ടോയ് ഒക്കെ എടുത്ത് വെച്ച് ഒക്കെ റെഡിയാക്കാണ്ട്. അതാണ് ചെയ്യാം. ആ വീടായി. വീട് ഉണ്ടാക്കുമ്പോ കേട്ടോ ഇതൊക്കെ വാങ്ങി അയ്യ വെക്കാനയ്യ ആദ്യം വിൽക്കണം. നമ്മളെ വീട് പണി ഏകദേശമായി. ക്ലീനിങ് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഇനി ഏകദേശം ഫിനിഷിംഗ് വർക്കാണ് പോകുന്നത്. ഇവിടെ ഏകദേശം ഒക്കെ വൃത്തിയാക്കി മാറ്റൊക്കെ സെറ്റാക്കി. നമ്മൾ ആദ്യം വീട് പണി ഏകദേശം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് ശരി അടിയിടുക. പക്ഷെ നമ്മൾ ആദ്യം അടിയിട്ടിട്ടുണ്ട്. ഇനിയാണ് മെയിൻ സ്ലാബിലേക്ക് പോകണേ. അല്ലേ ഷോ? ഇനിയാണ് വീടിന്റെ മേൽക്കൂരൊക്കെ സംഭവം സെറ്റാക്കാം. ആദ്യം നമ്മൾ അടിയിട്ട് കഴിഞ്ഞു. ഇതൊരു വെറൈറ്റി വീട് പണിയാണ്. അപ്പൊ ഞാൻ അടിപൊളിയെ അവർക്ക് കുക്കണ്ട അറിയോ? വളക്ക് ഇവിടെ കുക്കണ അറിയോ? മനസ്സിലായോ? കുടുക്കൽ പണി കഴിഞ്ഞിട്ടോ. നമ്മളെ വീടിന്റെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞ് നമ്മൾ അമ്മക്കുട്ടിക്ക് വീട് സെറ്റാക്കി കൊടുക്കണം. അപ്പൊ അമ്മക്കുട്ടിന്റെ വീട് സെറ്റ്. ഇനി അമ്മക്കുട്ടിന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. കുറച്ച് ബാത്റൂം സംഭവങ്ങളൊക്കെ ഉണ്ട്. എടുക്ക്. ഇതാണ് അമ്മന്റെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ. ആളെ കിട്ടാ ചിന്തല 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 ചെടിന്റെ
ഇങ്ങോട്ടാ അതെന്താ അവിടെ വെച്ചേ ആ വണ്ടി വണ്ടിയോ എന്ത് വണ്ടി ആ വിട്ടണ് ആ അതവിടെ അത് ശരി ഇങ്ങോട്ടെത്തി ഫ്രണ്ട്സോടെ പക്ഷെ തട്ടോ ഒരു ഫ്രണ്ട്സ് കയറി ഞാൻ കൊണ്ടുകൊടുക്കേ കൈ കൈ അതാ ഹെലികോപ്റ്ററിന്റെ വാങ്ങി അപ്പൊ ഗൈസ് സെറ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം ഇത് കാണിച്ചിട്ടല്ലേ കേൾക്കും ഗൈസ് ഇവിടെ വീട് സെറ്റ് ആയിട്ടുണ്ട് ഈ കാണിച്ചു തരാം ഇതാണ് വീട് കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ വീടിന്റെ ഉൾഭാഗം ഇത് അമ്പിക്കുട്ടിന്റെ കിച്ചൺ സെറ്റുകളും അങ്ങനെ പല കട്ട സെറ്റുകളും എല്ലാം ഉണ്ട് ഇതാണ് നമ്മൾ അമ്പിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഹൈ ഗൈസ് ഇതാണ് അമ്പിക്കുട്ടിന്റെ വീട് അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ വീട് അമ്പിക്കുട്ടിയെ സൂപ്പർ ആയിട്ട് വിശ്വസിക്കാം ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗൈസ് ബൈ.